നമുക്കിതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങി. നമ്മളൊരു 7-8 ക്വസ്റ്റ്യൻസ് ഇന്നലെ ഡിസ്കസ് ചെയ്തു. നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിവിഷൻ പറഞ്ഞപ്പോൾ കുറേ പുതിയ ആൾക്കാർക്ക് ഡിവിഷൻ്റെ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഡിവിഷൻ എന്തായി? എല്ലാവരും നോക്കിയോ? ഡിവിഷൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞവരോട് ഞാൻ വീഡിയോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നോക്കിയോ എല്ലാവരും? വീഡിയോ നോക്കിയില്ലേ? അപ്പോൾ ഈ നോ എന്ന് പറയണത് എന്താ? മനസ്സിലായില്ല എന്നുള്ളതിൻ്റെ നോ ആണോ? അപ്പം ഞാൻ വിചാരിക്കണു എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന്. എല്ലാവരും നോക്കിയിട്ടുണ്ടാകണം. കാരണം നമുക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവർക്കും പഠിക്കണ്ടേ? എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരുന്നാലേ നമുക്കിത് പഠിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ, മഴയാണ്, ചിലപ്പോൾ കറണ്ടൊക്കെ പോകും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. കറണ്ട് പോകുമ്പോഴത്തേക്കും ഹായ് ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ച് പോരുത്. കുറച്ച് നേരമൊക്കെ ഒന്ന് കാത്തിരിക്കുക. ചിലപ്പോൾ അപ്പോൾ തന്നെ വരും. ഇപ്പോഴത്തെ കറണ്ട് അങ്ങനെയാണ്, വരിക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഇടയിൽ വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ഓക്കെ, കുറേ പേരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട്. ശ്രീനന്ദ, യെസ്, ഹലോ, ഹായ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത ഇമോജികളും കാര്യങ്ങളും ഒന്നും വേണ്ട ഗ്രൂപ്പ് ചാറ്റിൽ. ഞാൻ നിങ്ങളുടെ ഹാർട്ട്സും തംസും ഒക്കെ വേണമെന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾ ഇടുക. ബാക്കി ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ അതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 8 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഞാൻ വീണ്ടും അതിൽ കൂടി ഒന്നും പോകുന്നില്ല, കാരണം നിങ്ങൾ തന്നെയാണ് നല്ല കുട്ടികളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് എത്താം. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ക്വോഷ്യന്റ് വെൻ 76076 ഈസ് ഡിവൈഡഡ് ബൈ 13? അതായത് 76,076 ഡിവൈഡ് ചെയ്യുക 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വോഷ്യന്റ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ലാസ്റ്റ് സമയത്തായിരുന്നുകൊണ്ട് ഒരുപാട് നേരം അതിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു ഇതിന് സംശയം ഉണ്ടെന്ന്. അപ്പോൾ ആ സംശയം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം എന്താണ് അവസ്ഥ നോക്കിയിരുന്നോ നിങ്ങൾ? കുറച്ച് പേരൊക്കെ ഇന്നലെ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. അപ്പോൾ ഇന്ന് ആയിട്ട് നമ്മുടെ വീഡിയോ വരും കേട്ടോ, ഇന്നലത്തെ ക്ലാസ്സിൻ്റെ. അപ്പോൾ ഇന്നലെ ഉണ്ടാവാത്തവരൊക്കെ എന്തായാലും ഇന്നത്തെ ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഡിവിഷനാണ് സംശയം പറഞ്ഞിരുന്നത്. കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു, ഒരാളല്ല 2-3 പേരൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീണ്ടും പറഞ്ഞ് തുടങ്ങാമെന്ന് വെച്ചത്. ഓക്കെ, 76076നെയാണ് നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെ നമ്മളതിനെ ചെയ്യുക? ആ സംശയം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ക്ലിയർ ആണോ? സംശയം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ വേഗം പോകും കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ മുന്നോട്ട് നീങ്ങില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഡിവിഷൻ കാണിച്ചത്. നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 76,076 എത്ര 13കൾ ഉണ്ട്, അല്ലെങ്കിൽ 76,076നെ 13 ഭാഗങ്ങളാക്കാനാണ് പോകുന്നത്. ഡിവൈഡ്, ഭാഗമാക്കുക, അതാണ് ഡിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ വേ ഓഫ് എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു വരയൊക്കെ വരച്ചിട്ട് 76,076 എന്ന് എഴുതി അതിനത് 13 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 7 ആണല്ലേ. 7ൽ 13 പോവോ? ഇല്ല. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്പർ ചെക്ക് ചെയ്യുക. 7 എന്ന് പറയുന്നത് 13നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ആ 13ന് 7 ഉണ്ട്, അല്ലെങ്കിൽ 7നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് 76 നോക്കി. 76 നോക്കിയല്ലേ. ഇനി 76ൽ 13 എത്ര തവണ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഒരു 13, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 13ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു 12 വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 13 ഗുണം 2, 13 ഗുണം 3 അങ്ങനെ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു 76 ആയതുകൊണ്ടും 13 എന്ന് പറയുന്നതും 76 എന്ന് പറയുന്നതും കുറച്ച് അത്യാവശ്യം ഡിഫറൻസ് ഉള്ളൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വലുത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു 13 ഗുണം 5 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 65 എന്ന് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ അടുത്തതും കൂടി ചെയ്ത് നോക്കണം. 13 ഗുണം 6 ചെയ്ത് നോക്കുമ്പോഴോ നമുക്ക് എത്ര കിട്ടുക? 78 എന്ന് കിട്ടും. 78 എന്ന് പറയുന്നത് 76നേക്കാൾ വലുതാണ്. അപ്പോൾ എന്തായാലും 6 തവണ 13 അവിടെ ഇല്ല.
5 തവണയേ ഉള്ളൂ. 5 ഗുണം 13 എന്ന് പറയുന്നത് 65 എന്നുള്ളത് നമ്മൾ എഴുതി. അപ്പൊ 76 എത്ര 13 ഉണ്ട്? 5 13 ആണുള്ളത്. 5 ഗുണം 13 എത്രയാണെന്നുള്ളത് ഇവിടെ എടുത്ത് എഴുതി. ഇനി ഇതിൽ നിന്ന് 76 നിന്ന് 65 കുറയ്ക്കണം. മനസ്സിലായി? എത്രയാണ് അവിടെ ബാക്കിയുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 76 നിന്ന് ഈ 65 കുറയ്ക്കുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടും. ഇനി കുറച്ചെഴുതിയ ഈ സാധനത്തിൽ 13 എത്ര തവണ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഈ 11 13നേക്കാൾ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇതില് 13 ഇല്ല. അപ്പൊ നമുക്ക് ഈ 11നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 0നെ താഴേക്ക് ഇറക്കിയിടാം. അപ്പൊ അത് 110 ആയി. 110 ഇനി എത്ര 13 ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മൾ 13 ഗുണം നമുക്ക് 6 ചെയ്തപ്പോ 78 കിട്ടിയത്. അപ്പൊ 110ലേക്കൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടി പോണം. അപ്പൊ നമുക്ക് 8 ചെയ്ത് നോക്കാം. 13 ഗുണം 8 എത്രയാ വരുന്നത്? 24 2 104 എന്ന് കിട്ടി അല്ലേ? അപ്പൊ 104 അടുത്ത നമുക്ക് ആവശ്യമുള്ള സാധനം. അപ്പൊ 8 എന്ന് അവിടെ എഴുതി. ഇനി 8 ഗുണം 13 എത്രയാണ്? 104. ബാക്കി എത്രയുള്ള 6 ആണല്ലേ ബാക്കി. അതിലും ഈ 13 6നേക്കാൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് അടുത്തൊരു നമ്പർ നമ്മൾ ഇറക്കിയിട്ടു 7. അപ്പൊ നമുക്ക് 67 കിട്ടി. ഇനി 67 എത്ര 13 ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? 65 വരെ കിട്ടുന്നതാണ്. അപ്പൊ 5 ആണ് ഉത്തരം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കുറച്ചിട്ട് 2 കിട്ടി. ഈ ഇവിടെ കിടക്കുന്ന 6നെ താഴേക്ക് ഇറക്കിയിട 26. 26 13 എന്ന് പറയുമ്പോ 2 എണ്ണാണ് നമുക്കറിയാം അല്ലെ? 2 ഗുണം 13 ആണ് 26. അപ്പൊ അതാ നമ്മുടെ ഉത്തരം അതാണ്. 58 52 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്വോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം. മനസ്സിലായോ? യെസ്. യുദ്ധിയൊക്കെ ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഞാനപ്പോ ഇത് നിങ്ങളുടെ ഇങ്ങനെ കുറെ പേര് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ ഞാൻ ഈ മനസ്സിലാവാത്ത കുട്ടികൾ അവിടെ വെറുതെ ഇങ്ങനെ നിർത്തിയിട്ട് പോവുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താണ് കുറെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഞാൻ കുറെ ആവശ്യമില്ലാത്ത ഇമോജികളൊക്കെ വരുന്നുണ്ടല്ലോ. ഇമോജികളൊന്നും വേണ്ട, ഓൾറെഡി പറഞ്ഞു. ഒരു ഇമോജികളും വേണ്ട കേട്ടോ. അപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്നാ നല്ല മക്കളായിട്ട് 9ന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. വിച്ച് വൺ ഓഫ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? 9ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. പറയുമ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യന്റെ ആണോ ആൻസർ പറയുന്നത് എന്നുള്ള നമ്പറും കൂടി ഇട്ടിട്ട് ഒന്ന് പറയണം. 9 ഇന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ന ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇടണം കേട്ടോ. അപ്പൊ 8ാമത്തെ ഉത്തരം 2 ആണ്. 58 52 5852 ആണ് ഉത്തരം. ഓക്കെ, നവനീതൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നത് 9ന്റെ ഏതാണ്? 9 ആണോ 10 ആണോ 8 ആണോ ഒന്നും കൂടി ഒന്ന് കമന്റ് ഇടണം കേട്ടോ. 9B അല്ലെങ്കിൽ 9 അങ്ങനെ ഇട്ടിട്ട് വേണം കേട്ടോ പോവാൻ. വേഗം പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ കുറെ പേര് റയാൻ, പിന്നെ അർജുൻ, ദെൻ അനിക, ദക്ഷ, കുറെ പേര്, ആവനി, ദെൻ നവനീത്, ഗൗരി, കുറെ പേരൊക്കെ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. രാധുൽ, ഗായത്രി, ശ്രീനന്ദ, യുദ്ധി, കൃഷ്ണേന്ദു, അനശ്വര, ഹന്ന, അയ്യോ എൻ്റെ പേര് പോയി. ഫാത്തിമ, ഷഫാനി എന്ന് പറയുന്നത് ആരാ? പേര് പോയി. പിന്നെ ആരാ? ദിവ്യ, ദെൻ ജിഷി, എന്നോട് എഴുതിയിട്ടുണ്ടായിരുന്നു. ശിവാങ്കി അല്ലേ? കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ഇവ ആൻഡ് ആദിദേവ്. യെസ്, കറക്റ്റാണ്. സുനീഷ് കറക്റ്റാണ്. അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ ഇവിടത്തുള്ള പേരാണ് പറയുന്നതെങ്കിൽ ഐ എം സോറി. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേര് മാക്സിമം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ അലൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് കിട്ടിയല്ലോ. വെരി ഗുഡ്. ഓക്കെ, സോ യെസ്, അപ്പോൾ അത് കറക്റ്റാണ്. അതെന്താ, അതിനിപ്പോൾ നമ്മൾ കൂടുതൽ ഞാൻ അതിനെ പറ്റി ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. തന്നിട്ടുള്ള സംഖ്യയിൽ യെസ്, ലക്ഷ്യ, ആഷ്മി, നക്ഷത്ര, യെസ് അല്ലേ? ദിവ്യ എന്ന് പറയുന്ന നമ്മൾ നക്ഷത്ര അല്ലേ? റൈറ്റ്. ഇനി യധു ആൻഡ്
പിന്നെ കുറെ പേരുണ്ടല്ലോ, സാൽവിയ. യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാഗ്യർഷ്, ഷൗഹാൻ കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ പറ്റില്ല. ഹൃതിക് മാതാവ് കറക്റ്റ് ആണ്. യെസ്, ഐദൻ കറക്റ്റ് ആണ്. ഗബ്രിയോ ആരാണെങ്കിലും കറക്റ്റ് ആണ്. നൗ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാം കറക്റ്റ് ആണ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ 2 ആണ്. 7130. തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കണ്ടേ? ആദ്യം ഏറ്റവും വലിയ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയാണ് നോക്കേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോഴോ അല്ല വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോഴോ എന്താണെങ്കിലും ഈ ഏറ്റവും വലിയ സ്ഥാനം, അതായത് 4 സംഖ്യ ആയതുകൊണ്ട് 1000ന്റെ സ്ഥാനത്ത് 1000ന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കണം. അപ്പൊ അതിപ്പോ എല്ലാത്തിന്റെയും സെയിം ആണ് അല്ലെ, 7 ആണ്. അപ്പൊ ദെൻ നെക്സ്റ്റ് അടുത്ത സംഖ്യ നോക്കണം. തൊട്ടടുത്ത് കിടക്കുന്ന 100ന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ. നോക്ക്, ഫസ്റ്റത്തേന് 2ാമത്തെ ഡിജിറ്റ് ആയിട്ട്, അതായത് 100ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 4 ആണ്. പിന്നെ നോക്കിയേ, 2ാമത്തെ ഓപ്ഷനിൽ 1 ആണ്, 3ാമത്തെ ഓപ്ഷനിൽ 9 ആണ്, 4ാമത്തെ ഓപ്ഷനിൽ 5 ആണ്. അപ്പൊ ഈ 4, 1, 9, 5 എന്നുള്ളതിൽ 1 അല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ നമ്പർ ആയിരിക്കും ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അപ്പൊ അടുത്തത് നോക്കിയേ, ഡിഫറൻസ് ബിറ്റ്വീൻ the smallest number of 6 digit and largest number of 4 digit. 6 അക്കത്തിലെ ഹലോ, ക്ലിയർ ഇല്ല എല്ലാവർക്കും? എല്ലാവരും 10ന്റെ ആൻസേഴ്സ് വരുതാ പറഞ്ഞു തുടങ്ങി. 10 1 പറയുന്നുണ്ട്. ആദിദേവ് പറഞ്ഞിട്ടുണ്ട് 10ാമത്തെ ആൻസർ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ അല്ലേത്. അപ്പൊ നോക്കിയേ, 6 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ്. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ ഏതാണ്, എത്രയാണ്? ഇതെല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതാണ് ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ. ഫസ്റ്റ് നമുക്കിതാ ആദിദേവ്, പിന്നെ ലക്ഷ്യ, ദെൻ സാൽവിയ, കുറെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദക്ഷ, ശ്രീനന്ദ, രാതുൽ, ഗായത്രി, കുറെ പേരൊക്കെ പറയുന്നുണ്ട്. ഈ സാമുവലിന്റെ പേരുള്ള ആരാള് പേരും കൂടി ഒന്ന് ഇടണേ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ ഏതാണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ ഏതാണ്? അതൊന്ന് വേഗം കമന്റ് ചെയ്ത് എല്ലാവരും. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ ഏതാണെന്ന് വേഗം പറഞ്ഞേ. 6 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡും കറക്റ്റ് ആണോ എന്ന് അറിയണം. ജൽവ, റൈറ്റ്? ഫാത്തിമ ഇസ് ജൽവ. ഓക്കെ, അപ്പൊ യെസ്, കറക്റ്റ് ആണ്. ആരാണ് കമന്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ആവണിയാന്ന് തോന്നുന്നു. യെസ്, 1 lakh ആണ് ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ. 6 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 lakhലാണല്ലേ? യെസ് യെസ് യെസ്, എല്ലാവരും എന്താ കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്. ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 lakhൽ നിന്നല്ലേ? അപ്പൊ 1 lakh ആണ് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ. ഇനി ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? അതും കൂടി പറഞ്ഞോളൂ. അതിന്റെ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് നമ്പർ ഓഫ് 6 ഡിജിറ്റ്, ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മുടെ ചോദ്യം. യെസ്, അപ്പൊ അതെ അതെ അതെ, അതാണ് ആൻസർ. കുറെ പേര് ആൻസർ ഇടുന്നുണ്ട്. വെരി ഗുഡ്. നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ വരട്ടെ കേട്ടോ ചാറ്റ്സ് ഒക്കെ. അപ്പൊ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 ആണ്. 9999. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റും നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണണം. നമ്മൾ അതിനൊരു ഇക്വേഷനും ഒക്കെയും കൊണ്ട് വിചാരിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആർക്കാ മനസ്സിലായില്ല എന്ന് പറയുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പറും
ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ട്രാക്ഷൻ. അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഏറ്റവും ചെറിയ ആറക്ക സംഖ്യ എന്ന് പറയുന്നത് 1,00,000-ഉം ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9999, അതായത് 9999 ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് കാണേണ്ടത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് എന്ന് പറയുന്നത് നോക്കൂ. ഇതാണ് 1 2 3 4 5 6 ഏറ്റവും ചെറിയ ആറക്ക സംഖ്യ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നതോ ഇതാണ് അല്ലേ? 4 അക്ക സംഖ്യകളിൽ ഏറ്റവും വലുത് ഇതാണ്. ഇത് രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? നമ്മൾ നോർമൽ രീതിയിലൊക്കെ സബ്സ്ട്രാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വരില്ല. ഇവിടെ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ഇതിൽ നിന്ന് പോയി 10ൽ നിന്ന് 9 പോയാൽ 1 വന്നു. പിന്നെ ഇപ്പോൾ ഇത് 9 ആയി. 9ൽ നിന്ന് 9 പോയത് അഗെയിൻ 0. ഇവിടെ ഉണ്ടായിരുന്ന 9 10 എന്നുള്ളത് വീണ്ടും 9 ആയി. 9 0. വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കല്ലേ? അതിൽ നിന്ന് അതുകൊണ്ടാണ് ഓരോന്ന് കുറയണത്. 9ൽ നിന്ന് 9 പോയി വീണ്ടും 0 വന്നു. ഇവിടെ ഉണ്ടായിരുന്ന 10ൽ നിന്നും ഇങ്ങോട്ട് പോയി അത് 9 ആയി. സോ അതാണ് ആൻസർ 9,0,0,0,1. ഇതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഉത്തരം? അത് തന്നെയാണ് കേട്ടോ. 9,0,0,0,1 അതാണ് നമ്മുടെ ഉത്തരം. അയ്യോ, നിങ്ങൾക്ക് കാണുന്നില്ലേ ഞാൻ എഴുതിയത്? കാണുന്നില്ലേ? നിങ്ങൾ മാറിത്തരാം. മനസ്സിലായോ? നോക്കിയേ, കാണുന്നില്ലേ? ഞാനൊന്ന് മുകളിലേക്ക് മാറ്റി. ഇപ്പൊ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. 9999 ആണ് അല്ലേ? ആ 9999 പകരം 10,000 കുറയ്ക്കുക, എന്നിട്ട് അതിലൊന്ന് ആഡ് ചെയ്യുക. അതിലേക്ക് ഞാൻ അധികം പോവാത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല എന്നുള്ളത് കൊണ്ടാണ്. തൽക്കാലം നമ്മൾ നോർമൽ വേ ഓഫ് സബ്സ്ട്രാക്ഷനിലേക്ക് പോയാൽ മതി. മനസ്സിലായല്ലോ? ഈ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഉത്തരം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 lakh കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഒന്നുകൂടി ചായാമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചു ആരും ഈ കമന്റ് ബോക്സിൽ ചായയുടെ കാര്യമൊക്കെ പറയണേന്ന്. അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ 1 lakhൽ നിന്ന് 9999 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ 10 ക്വസ്റ്റ്യനും എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഡിവിഷന്റെ പ്രശ്നവും ഒക്കെ മാറിയിട്ട് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? അതിനു മുന്നേ എനിക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് എന്താ വേണ്ടേ? ഞാൻ പറയാണ്ട് തന്നെ ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കണതെന്ന്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാറ്റ് ബോക്സിൽ ആരാണ് ആദ്യം ഇടണേന്ന് നോക്കട്ടെ ഞാൻ എന്താണ് പറയണേന്ന്. എന്റെ ക്ലാസ്സിലല്ല എപ്പോഴും ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്താ വേണ്ടേ? എവിടെ വരുന്നില്ലല്ലോ? തന്നെ യുദ്ധി ഇട്ടിട്ടുണ്ട് കേട്ടോ. തംസും ഹാർട്സും ഒക്കെ വരട്ടെ, നോക്കട്ടെ. റിയാക്ഷൻ അല്ല, ഇമോജി ആയിട്ട് തന്നെ ഇട്ടോളൂ കേട്ടോ. തന്നെ എല്ലാവരും വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ എന്റെ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ഉദ്ദേശിക്കണേന്നുള്ളത്. ഹാർട്സ് ഒക്കെ വരട്ടെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. എന്താ ആർക്കും മനസ്സിലാവണില്ല എന്ന് പറയുന്നേ? എനിക്ക് തോന്നുന്നു ഈ മനസ്സിലാവാത്ത ആൾക്കാർക്ക് സ്മോളസ്റ്റ് നമ്പറും ലാർജസ്റ്റ് നമ്പറും എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതിനാണ് ഒരു സംശയം. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പറും ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അതായത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക് കവർ ചെയ്തതാണ്. അപ്പൊ കുറച്ച് 1-2 പേരൊക്കെ മനസ്സിലായില്ല, ഒരാൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് കണ്ടു.
അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ആ ടോപ്പിക് മിസ്സായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവാത്തത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് പോയിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ചാനലിൽ പോയിട്ട് ഒന്ന് റിവൈസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ എങ്ങനെയാണ് ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കണ്ടുപിടിക്കാന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈസി സബ്സ്ട്രാക്ഷൻ ആണ്. ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക, നമ്മുടെ നോർമൽ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷന്റെ പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ അടുത്ത സ്ലൈഡ് എടുത്തു. കാരണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതാണ് അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ചോദ്യം? ഈ തന്നിട്ടുള്ളതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? 56, 84 എന്ന് പറയുന്ന ഈ രണ്ട് സംഖ്യകളെയും കുറിച്ചിട്ടുള്ള ഏറ്റവും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? രണ്ട് നമ്പറും പ്രൈമാന്ന് പറയുന്നുണ്ട്, രണ്ട് നമ്പറും കോ പ്രൈം. അപ്പൊ കോ പ്രൈം എന്ന് പറയുന്ന ഒരു വേർഡ് അത് നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെ അധികം. എന്താണ് ഈ കോ പ്രൈം എന്ന് പറഞ്ഞാല്? എന്താണ് കോ പ്രൈം? ഈ വേർഡ് ആർക്കെങ്കിലും ക്ലിയർ ആണോ? കോ പ്രൈം എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ഇതിനു മുന്നേ ഫെമിലിയർ ആണോ? കേട്ടിട്ടുണ്ടോ? വേഗം പറയ്. കോ പ്രൈം എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോ. യെസ്. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു അത് നിങ്ങൾ കോ പ്രൈം എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ നിങ്ങൾക്ക് അധികം ഫെമിലിയർ ആയിരിക്കില്ല അല്ലേ? അപ്പൊ കോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. കോ പ്രൈം നമ്പർ എന്താണ്? ലക്ഷ്യ ഒന്നുകൂടെ പറയൂ എന്ന് പറയണ്ടല്ലോ. ഇല്ല, അറിയില്ല എന്നുള്ളതിനാണോ തംസ് ഡൗൺ ഇട്ടിട്ടുള്ളത്? അപ്പൊ കോ പ്രൈം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ആൻസർ ഇട്ടേ നോക്കട്ടെ ഞാനൊന്ന്. നിങ്ങൾ കോ പ്രൈം എന്ന് പറയുന്ന നമ്പർ അറിയൂങ്കിൽ എന്തായാലും ഞാൻ പറയാം അല്ലെ. കോ പ്രൈം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോ ഈ മനസ്സിലാകാത്ത ആൾക്കാര് എനിക്ക് തോന്നുന്നു ലക്ഷ്യ ഗ്രേറ്റസ്റ്റ് ലോവസ്റ്റ് നമ്പർ പഠിപ്പിക്കുമ്പോ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ആവേണ്ടതാണ്. കാരണം നമ്മൾ ഇതിലിപ്പോ സിമ്പിൾ ആയിട്ട് 6 ഡിജിറ്റ്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയണേ, ഒരാൾ മനസ്സിലായില്ല എന്ന് പറയണ്ടായിരുന്നു. 6 ഡിജിറ്റിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 1 ലക്ഷം. ചെറിയ സംഖ്യ ഏതാ? 1 ലക്ഷമാണ്. 4 ഡിജിറ്റിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 9999 ആണ്. അത് കണ്ടുപിടിക്കേണ്ട കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ? അപ്പോ ആ ഒരു സംഖ്യ, ആ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ നേരത്തെ ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി കോ പ്രൈം എന്നുള്ളത് പറയാം. ഇപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 നമ്പർ പ്രൈം ആണ്, 2 നമ്പർ കോ പ്രൈം ആണ്. ഈ 2 നമ്പറും 14 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അതായത് 2ഉം 14ന്റെ ഗുണിതങ്ങളാണ്. 2 നമ്പറും ഒറ്റ സംഖ്യകളാണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 നമ്പറുകളെയാണ് നമ്മൾ കോ പ്രൈം, അതൊരു പെയർ ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നോക്കിയേ, സാധാരണ രീതിയിൽ പ്രൈം നമ്പറുകൾ എന്ന് പറയാനായിട്ട് നമുക്ക് ഒറ്റ സംഖ്യകൾ മതി. അതായത് 3 അല്ലെങ്കിൽ 5, 7, 11 ഇതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പറുകൾ. അപ്പൊ 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? 7 ആണോ അല്ലയോ? അല്ലെങ്കിൽ 2 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? 4 ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഒറ്റ സംഖ്യ മതി. പക്ഷെ കോ പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നമ്പറുകൾ വേണം. 4ഉം 5ഉം എടുത്തോ. ഈ 2 നമ്പറുകളാണ് നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് കോ പ്രൈമുകൾ എന്ന് പറയുന്നത്. അതായത് ഈ 2 നമ്പറുകൾക്കും ഒന്നല്ലാതെ വേറൊരു ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഉണ്ടാകാൻ പാടില്ല. അതാണ് കോ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഒറ്റ ഒരു സംഖ്യനെ കാണിച്ചിട്ട് ഇത് കോ പ്രൈം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോ പ്രൈം എന്ന് പറയുന്നത് 2 നമ്പറുകളെ താരതമ്യം ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? 2 മോർ ഇൻറ്റിജേഴ്സിന് ഒരേ വലുതായിട്ട് ഒന്നല്ലാതെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അതായത് ഈ 4നും 5നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വല്ല സംഖ്യ ഉണ്ടോ?
2 എന്ന് പറയുന്ന സംഖ്യ ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. 2 എന്ന് പറയുന്നത് 4-ല് പോവും. 4-നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 5-നെ ചെയ്താൽ ഞാൻ ഇൻറ്റിജർ കിട്ടുമോ? ഇല്ല. നമുക്ക് എന്താ കിട്ടുക? അവിടെ ഫ്രാക്ഷൻ കിട്ടും. മനസ്സിലായി? അപ്പൊ കറക്റ്റായിട്ട് അതിൽ ഏറ്റവും വലിയ കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്. ആ ഡിവൈസർ എന്ത് മാത്രം ആവാൻ പാടുള്ളൂ? 1 മാത്രമേ ആകാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു പെയർ ഓഫ് നമ്പറുകളെയാണ് കോ പ്രൈം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ 4 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല, അല്ലെ? 2 ഗുണം 2 ചെയ്താൽ നമുക്ക് 4 കിട്ടും. പക്ഷേ 4ഉം 5ഉം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ 2 നമ്പറുകളെയും നമുക്ക് 1 കൊണ്ട് മാത്രമല്ലേ ഹരിക്കാൻ പറ്റുള്ളൂ, അല്ലെ? വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഈ 4നെയും 5നെയും ഒരുമിച്ച് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? പോയിന്റ് വരും. പോയിന്റ് വരാൻ പാടില്ല. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കി 6, 7 എന്ന് പറയുന്ന 2 നമ്പറുകൾ, ഇതില് ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസർ ഉണ്ടോ? 6നെയും 7നെയും ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. കാരണം 2 കൊണ്ട് ഞാൻ ഹരിക്കുകയാണെങ്കിൽ അവിടെ 7നെ 2 കൊണ്ട് ഹരിച്ചാൽ പോയിന്റ് വരും, ഇൻറ്റിജർ കിട്ടില്ല. അതായത് 2 നമ്പറുകൾ, ഈ 2 നമ്പറുകളെയും നമുക്ക് ഒരുമിച്ച്, അതായത് 6നെ വേറൊരു നമ്പർ കൊണ്ടും 7നെ വേറൊരു നമ്പർ കൊണ്ടും അല്ല പറയുന്നത്, 2 നമ്പറുകളെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒരൊറ്റ ഡിവൈസർ കൊണ്ടേ പറ്റുമെങ്കിൽ, ആ ഒറ്റ ഡിവൈസർ 1 ആണെങ്കിൽ, ആ ഒറ്റ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ 2ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ ബാധകമല്ല. കാരണം 2നെയും 4നെയും നമുക്ക് 2 കൊണ്ട് ഹരിച്ചാലും കറക്റ്റ് ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ കിട്ടും, അല്ലെ? ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ എപ്പോൾ മാത്രമേ കിട്ടാൻ പാടുള്ളൂ? 1 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോ പ്രൈം നമ്പേഴ്സ്. തമ്മിൽ അവർ പ്രൈമാണ്. ഈ 2ഉം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവറ്റങ്ങള് പ്രൈമാണ്. കാരണം ഈ 2നെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാണ്ട് ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് 1 എന്ന് പറയുന്ന കോമൺ ഡിവൈസർ, അതായത് 1 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാവൂ. അതാണ് കോ പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്. മനസ്സിലായ? ഒന്നും കൂടെ പറയാം ഞാൻ, കാരണം ഇത് കുറച്ച് നിങ്ങൾക്ക് വലിയ പിടുത്തില്ലാത്ത ഒരു ഭാഗമാണ്. അത് നിങ്ങളിത് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ ഒരു ഓപ്ഷൻസ് വരിക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് എന്താണ് കോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞത്, ഓക്കെ, ആദിദേവ് ആൻസർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് കോ പ്രൈം അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രധാന സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യനെ തന്നിട്ട് പ്രൈം ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? പക്ഷേ ഈ കോ പ്രൈം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹപ്രധാന സംഖ്യകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2 നമ്പറുകളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ടേ അത് പറയാൻ പറ്റുകയുള്ളൂ. 2 നമ്പറുകൾ തമ്മിലാണ് നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ കോ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉദാഹരണം തന്നിട്ടുണ്ട് 4ഉം 5ഉം. ഈ 4ഉം 5നെയും ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് അല്ല, 2നെയും ഞാൻ ഒരു സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻറ്റിജർ വരാൻ പാടില്ല. അപ്പൊ ഈ 4നെയും 5നെയും ഞാൻ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ 4നെ 1 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 4 തന്നെ കിട്ടി, 5നെയും 1 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 5 തന്നെ കിട്ടി. ഇനി ഇതല്ലാതെ വേറെ വല്ല സംഖ്യ കൊണ്ട് ഇതിന് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. 2 കൊണ്ട് ചെയ്ത് നോക്കിയാലോ? പറ്റില്ല, അല്ലെ? കാരണം 5നെ ഞാൻ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിന്റ് വരും. അപ്പൊ 1 മാത്രമേ ഉള്ളൂ ഈ 2 സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് വരുന്നത്? ഫ്രാക്ഷൻ വരാതെ കറക്റ്റ് നമ്പർ തന്നെ വരുന്നത് 1 എന്ന് പറയുന്ന സംഖ്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 4ഉം 5ഉം കോ പ്രൈം നമ്പേഴ്സ് ആണ്. മനസ്സിലായി? ഇനി ഞാൻ എടുക്കുകയാണ് 6ഉം 8ഉം ഞാൻ എടുത്തു എന്ന് വിചാരിച്ചോ. ഇതാണ് എൻ്റെ അടുത്ത ഒരു എക്സാമ്പിൾ. 6ഉം 8ഉം കോ പ്രൈം ആണോ അല്ലയോ? നമുക്ക് ആക്ച്വൽ ക്വസ്റ്റ്യനിലേക്ക് പിന്നെ വരാം. 6ഉം താരതമ്യം എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക. 2 നമ്പേഴ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ 6ഉം 8ഉം ആണ് ഞാൻ ഇനി എടുത്തേക്കുന്ന അടുത്ത നമ്പേഴ്സ്. ഇവര് കോ പ്രൈം ആണോ അല്ലയോ? കോ പ്രൈം ആണോ അല്ലയോ? കോ പ്രൈം ആണെങ്കിൽ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കോ പ്രൈം അല്ലെങ്കിൽ ഏതുകൊണ്ടും ചെയ്യാം. കോ പ്രൈം ആണെങ്കിൽ അതിനെ 1 കൊണ്ട് മാത്രമേ. അതിന്റെ ഫാക്ടറുകൾ എന്ന് പറയുന്നത്
കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് ഒന്നേ പാടുള്ളൂ. കോമൺ ഫാക്ടർ, കോമൺ ഘടകം ഒന്നേ പാടുള്ളൂ. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? 6ഉം 8ഉം. എന്റെ ചോദ്യം ഇതാണ്, അതിനുള്ള ഉത്തരം വേഗം പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പിന്നെ വരാം. 6ഉം 8ഉം കോ പ്രൈം ആണോ അല്ലയോ? വേഗം പറഞ്ഞോ. കോ പ്രൈം അല്ല, അല്ല എന്നാണ് കുറെ പേരൊക്കെ പറയുന്നത് അല്ലെ. കോ പ്രൈം അല്ല, അതാണ് ഉത്തരം. കുറച്ച് പേരൊക്കെ അല്ല എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഒരാള് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 6ഉം 8ഉം കോ പ്രൈം ആണോ, അല്ലെങ്കിൽ സഹപ്രധാന സംഖ്യകളാണോ? പ്രധാന സംഖ്യ എന്നല്ലേ നിങ്ങൾ പ്രൈം നമ്പറിന്റെ മലയാളം പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതാ കുറെ പേരൊക്കെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആണെന്ന് ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു. യെസ് ശിവാനി ഇപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞത്? 6ഉം 8ഉം. 6നെ എനിക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടിയില്ലേ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 4 കിട്ടി. അപ്പൊ അതാ ഇതിന് 2നെയും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വേറെ 2 ഇന്റിജറുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കോ പ്രൈം അല്ല. മനസ്സിലായോ? കോ പ്രൈം ആണെങ്കിൽ ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് 1 മാത്രമേ പാടുകയുള്ളൂ. ക്ലിയർ ആണോ? നോക്കിയേ, 6ഉം 7ഉം വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 കൊണ്ട് മാത്രം ചെയ്താലാണ് ഈ വേറെ 6, 7 എന്നുള്ളത് കിട്ടുള്ളൂ. ഞാൻ 2 കൊണ്ട് ചെയ്താലോ ഇവിടെ എന്താ വരിക? 3 വന്നു. ഇവിടെ എന്താ വരിക? 3.5 വന്നു അല്ലെ. അപ്പൊ അര വരാൻ പാടില്ല. അപ്പൊ ഇത് കോ പ്രൈം ആണ്. മനസ്സിലായോ? കോ പ്രൈം ആണ്. 4ഉം 2ഉം കോ പ്രൈം അല്ല. ക്ലിയർ ആണോ? ആ ഒരു പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ എല്ലാവർക്കും 6ഉം 8ഉം കോ പ്രൈം അല്ല. കാരണം അതിന് നമ്മള് ഒന്നല്ലാതെ വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് അതിനെ 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് കോ പ്രൈം അല്ല. മനസ്സിലായല്ലോ? കോ പ്രൈം ആണെങ്കിൽ ഒന്നുകൊണ്ട് മാത്രമേ, ഒരു ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അതായത് ഏറ്റവും വലിയ ഭാഗം ചെയ്യാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് 1 മാത്രമേ ആകാൻ പാടുള്ളൂ. ഘടകം, ഫാക്ടർ 1 മാത്രമേ ആകാൻ പാടുകയുള്ളൂ. അതാണ് കോ പ്രൈം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 56ഉം 84ഉം ആണ് അല്ലെ. അപ്പൊ കുറെ പേര് ആൻസർ 2 ആണെന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒന്ന് നോക്കി നോക്കിയേ. 56ഉം 84ഉം ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യകളുണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഒന്ന് നോക്കുവോ. 56ഉം 84ഉം ഒന്നല്ലാതെ, ഇതാണ് ഇനി എന്റെ ചോദ്യം, ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് 56നെയും 84നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇതിനെ 2നെയും 56നെയും 84നെയും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എന്താണ് അപ്പൊ കുറച്ചു പേർക്ക് ലേറ്റ് ആയെന്ന് പറയണ്ടല്ലോ. എന്താ ലേറ്റ് ആയത്? പറ്റുമോ? ഏത് നമ്പർ കൊണ്ടാണ് നമുക്ക് 56നെ, ഒന്നല്ലാതെ തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാ 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 56നെ വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഒന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ 56നെ 84നെ. ചെയ്ത് നോക്കുക. സംശയം വരികയാണെങ്കിൽ, കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട്. സംശയം വരികയാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. എന്താ ചെയ്ത് നോക്കണ്ടേ? ഒന്നുകൊണ്ട് പറ്റുന്നുള്ള നമുക്കറിയാം, എല്ലാ നമ്പറിനും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. 2 ആണല്ലോ നമുക്ക് അറിയാവുന്ന തൊട്ട് അടുത്ത സംഖ്യ. 2 കൊണ്ട് ചെയ്യണത് എളുപ്പം. 2 കൊണ്ട് ചെയ്ത് നോക്കാം. 56നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 56നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 28 എന്ന് കിട്ടിയില്ലേ. അപ്പൊ 2 ഇതാ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി 84ന് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടിയേ? 42 എന്ന് കിട്ടിയല്ലോ. അപ്പൊ എന്താ, ഈ 2 നമ്പറിനെയും ഒന്നല്ലാതെ വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കോ പ്രൈം അല്ല. ക്ലിയർ ആയോ? കാരണം 56നെയും 84നെയും നമുക്ക് ഒന്നല്ലാതെ വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി.
അല്ലേ? അതുകൊണ്ട് ഈ നമ്പേഴ്സ് കോ പ്രൈം അല്ല. അതാണ് ഉത്തരം, കോ പ്രൈം അല്ല. അപ്പൊ സെക്കൻഡ് 1 അല്ല ആൻസർ കേട്ടോ. ഇതല്ല നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോ പ്രൈം നമ്പറുകൾ എപ്പോഴും ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും തമ്മിലുള്ള എന്തായിരിക്കും, പെയറുകളായിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ച് പേര് ഇപ്പൊ വന്നു, വേറെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എന്തായാലും ഈ ക്ലാസ്സിൽ ഇരിക്കുമോ. കോ പ്രൈം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരുടെ ടൈമല്ലേ പോണേ. ഈ വീഡിയോ നമ്മൾക്ക് നാളെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ കയറിയിട്ട് മിസ്സായ ആൾക്കാർ, ഇതുവരെ സംഭവങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ നമ്പേഴ്സ് എന്തുകൊണ്ടാണ് കോ പ്രൈം അല്ലാത്തത് എന്നുള്ളത് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോ പ്രൈം ആവണമെങ്കിൽ അതിന് രണ്ടിനും ഒന്നല്ലാതെ വേറൊരു കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും തമ്മിലുള്ള പെയറുകളായിരിക്കുള്ളൂ കോ പ്രൈം. എല്ലാ ഈവൺ നമ്പറുകൾക്കും എന്തായാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്ക് എല്ലാ ഈവൺ നമ്പറുകളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 എന്ന് പറയുന്ന ഒരു സംഖ്യ ഇവിടെ വരാനേ പാടില്ല. 1 കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതൊരു ഈവണും ഓടും ആയാലാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പോസിബിൾ ആയിരിക്കുക, മോസ്റ്റ് ഓഫ് ദ കേസ് ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോ എന്തായാലും ഈ 2 നമ്പറും പ്രൈം അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. ഫസ്റ്റത്തെ ഓപ്ഷൻ അതാണ്, 2 നമ്പറും പ്രൈം ആണോ അല്ലയോ എന്ന്. പ്രൈം അല്ല, കാരണം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 28 കിട്ടി. അപ്പൊ എനിക്ക് 56 എന്നുള്ളതിനെ നമുക്ക് 28 × 2 എഴുതിക്കൂടെ? അല്ലാതെ ഒരുപാട് രീതിയിൽ 56നെയും 84നെയും എഴുതാൻ പറ്റും. കാരണം എന്തായാലും അത് കുറെ ഫാക്ടേഴ്സ് ഉള്ള നമ്പറാണ്. അപ്പൊ 56 84 പ്രൈം അല്ല എന്ന് നമുക്ക് മനസ്സിലായി, കോ പ്രൈം അല്ല എന്ന് മനസ്സിലായി. പിന്നെ നോക്കിയേ, 56 84 ഈവൺ നമ്പേഴ്സ് ആണല്ലേ. കാരണം ഒരെണ്ണം അവസാനിക്കുന്നത് 6ലും മറ്റൊന്ന് അവസാനിക്കുന്നത് 4ലുമാണ്. 4ഉം 6ഉം ഈവൺ നമ്പറാ. അപ്പൊ എന്തായാലും ലാസ്റ്റത്തെ ഓപ്ഷനും അല്ല. പിന്നെയുള്ളത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ്, 2 നമ്പറുകളും 14ന്റെ ഗുണിതങ്ങളാണ്. ഈ 2 നമ്പറും 14ന്റെ ഗുണിതങ്ങളാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെയാ ചെക്ക് ചെയ്യാം? 2 നമ്പറുകളും 14ന്റെ ഗുണിതങ്ങളാണെന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. കുറെ പേര് ആൻസർ ഇട്ടേക്കണതുണ്ട്. 3 ആൻസർ എന്നുള്ളത് കുറെ പേര് ഇട്ടേക്കണത് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഓപ്ഷനും 2ാമത്തെ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും അല്ല ഉത്തരം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈം നമ്പർ എന്താണ്, കോ പ്രൈം നമ്പർ എന്താണ്, ഓഡ് നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് 56ഉം 84ഉം പ്രൈം അല്ല, കോ പ്രൈം അല്ല, ഓഡ് നമ്പർ അല്ല. മനസ്സിലായല്ലോ? ഇനി 14ന്റെ ഗുണിതമാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. 14ന്റെ ഗുണിതമാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു നമ്പർ തന്നിട്ട് അത് 8ന്റെ ഗുണിതാണോ, 16ന്റെ ഗുണിതാണോ, 14ന്റെ ഗുണിതാണോ, ഏതെങ്കിലും നമ്പറിന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ അതിനെ കണ്ടുപിടിക്കുക? ആ നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യണം, അല്ലെ? ഗുണിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 14നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് 56ഉം അല്ലെങ്കിൽ 84ഉം കിട്ടണം. അതാണ് ഗുണിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ തന്നിട്ട് അത് മറ്റൊരു സംഖ്യയുടെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും നോക്കണ്ട, ആ സംഖ്യേനെ ഡിവൈഡ് ചെയ്യുക ഈ തന്നിട്ടുള്ള സംഖ്യ വെച്ചിട്ട്. അതാണ് നമ്മുടെ ആകെയുള്ളൊരു വഴി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 14ന്റെ ഗുണിതങ്ങളാണ് 56ഉം 84ഉം. ചെക്ക് ചെയ്ത് നോക്കുക. എന്ത് ചെയ്ത് നോക്കുക? 56നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ 4 ഇവിടെ കിടക്കുന്നത്, അവസാനം ഇവിടുത്തെ 6 അല്ലേ. അപ്പൊ നമ്മൾ ഒന്ന് ലോജിക്കലി ചിന്തിക്കുക. ഇവിടെ 4 ഇവിടെ 4നെ വീണ്ടും ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് 6 അവസാനം വരുന്നത്. ഒന്ന് നോക്കിയേക്കേ, 14 ഗുണം 4, 4 4 16, 56. യെസ്, അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 4 4 ഗുണം 14 56. അപ്പൊ നമ്മുടെ ഒരു ഉത്തരം കിട്ടിയില്ലേ? കറക്റ്റ് ആണ്. 14 എന്ന് പറയുന്നത് 56ന്റെ ഒരു ഗുണിതമാണ്. 14നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 56 കിട്ടുന്നത്. ഇനി അടുത്ത നമ്പർ നോക്കിയേ, 84 നോക്കാം അല്ലെ. 84 ഗുണിക്കണം 14. അപ്പൊ ഇവിടെ നോക്കിയേ, 4 ഇവിടെ കിടക്കണത് 4. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് 6 കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. 6 4 24, 2 ദാ 1 6 6
6 2 8 84. അതായത് 6 ഗുണം 14 ആണ് 84. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ ചെക്ക് ചെയ്യുക? തന്നിട്ടുള്ള ഏത് നമ്പറിന്റെ ആണോ ഗുണിതമാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുള്ളത്, ആ നമ്പറിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക തന്നിട്ടുള്ള നമ്പർ കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 14നെ 4 കൊണ്ട് ഗുണിച്ചാൽ 56 കിട്ടും അല്ലെ? 14നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 56 കിട്ടും. 14നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 84 കിട്ടും. അപ്പോ കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്, 11 3 ആണ് ആൻസർ. both the numbers are multiple of 14. ക്ലിയർ ആണോ? ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്മൾ കോപ്രൈം ആദ്യമായിട്ട് ഇത് വന്ന ഒരു വേർഡ് ആയതുകൊണ്ടാണ് അതിൽ കുറച്ച് സമയം എടുത്തത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ? അപ്പൊ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞ എല്ലാവരും. ഇങ്ങനെ നമ്മൾ പറയാ കുറച്ച് ഹാർട്ട്സ് ഇട്ടോ, അപ്പൊ എനിക്ക് മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യൻ. യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം. കുറച്ച് പേരൊക്കെ ആദ്യം തന്നെ കോപ്രൈം എന്ന് പറഞ്ഞ് കണ്ടപ്പോ തന്നെ കോപ്രൈം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കോപ്രൈം അല്ല, കറക്റ്റ് ആണ്. 3 ആണ് ആൻസർ. 13ന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. ബോത്ത് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾ ഓഫ് 14. അതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഇപ്പൊ ഈ കുറച്ച് പേര് ഓക്കെ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഒരാള് ഈ ക്ലിയർ ആയില്ല എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നോ അതെടുത്തപ്പോ? കുറെ പേർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? 14ന്റെ കോപ്രൈം എന്താന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? 14ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. 2 പേര് ക്ലിയർ ആയില്ല എന്ന് പറയട്ടെ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 14ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 56നെയും 84ഉം 14ന്റെ ഗുണിതമാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ല. 56നെയും 84നെയും 14 കൊണ്ട് ഹരിക്കണം. കേട്ടോ? എന്താണ് തരേണ്ടത്? ഒരു നമ്പർ തന്നിട്ട് അത് ഇത്ര നമ്പറിന്റെ ഗുണിതമാണോ, മൾട്ടിപ്പിൾ ഓഫ് 14 എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 14 ഈ തന്നിട്ടുള്ള 2 നമ്പറുകളും 14ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചോദിച്ചാൽ 14നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 56ഉം 84ഉം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഈ തന്നിട്ടുള്ള 56നെയും 84നെയും 14 കൊണ്ട് ഹരിക്കണം. നല്ല പോലെ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ നിങ്ങൾ അയ്യോ അതിപ്പോ എങ്ങനെയാ ഞാൻ 14ന്റെ ഗുണിതാണോ എന്ന് അറിയാന്ന് വെച്ചിട്ട് 14 × 1 14 × 2 അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട. തന്നിട്ടുള്ള സംഖ്യകളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഖ്യയായിട്ട് ഡിവൈഡ് ചെയ്യുക. 56ഉം 84ഉം 84ഉം ഡിവൈഡ് ചെയ്യുക. 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ നിങ്ങൾ ചെയ്യുള്ളൂ. 56നെയും 84നെയും 14 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് 56 ഹരിക്കണം 14 4 എന്ന് ഉത്തരം കിട്ടി അല്ലെ? ഇനിയിപ്പോ 4 കിട്ടാണ്ട് നമുക്ക് എന്തെങ്കിലും റിമൈൻഡർ കിട്ടിയിരുന്നു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ശേഷം കറക്റ്റായിട്ട് പോവാതെ അവസാനത്തെ ശേഷത്തില് എന്തെങ്കിലും 4ഓ 2ഓ 3ഓ അങ്ങനെ എന്തെങ്കിലും ശേഷം അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടിയിരുന്നുവെങ്കിൽ അത് അതിന്റെ ഗുണിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായോ? ഗുണിതമാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കണം. ഒരു നമ്പർ മറ്റൊന്നിന്റെ ഗുണിതമാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടണം. ഇവിടെ 0 കിട്ടിയോ? കിട്ടി. അതുകൊണ്ട് അത് ഗുണിതം ആണ്. ക്ലിയർ ആണല്ലോ? ഗുണിതം അല്ലെങ്കിൽ ഒരു നമ്പർ മറ്റൊന്നിന്റെ ഗുണിതമല്ല എങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഹരിക്കുമ്പോൾ നമുക്ക് ശേഷം അല്ലെങ്കിൽ റിമൈൻഡറിൽ 1 2 3 4 അങ്ങനെ എന്തെങ്കിലും ഒരു സംഖ്യ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് സംഖ്യ കിട്ടിയില്ല, 0 ആണ് റിമൈൻഡർ കിട്ടിയത്. അതായത് കറക്റ്റ് മൾട്ടിപ്പിൾ ആണ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇനിയും ക്ലിയർ ആവാത്തൊരു ഒന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഫസ്റ്റ് തൊട്ട് ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. കാരണം കോപ്രൈം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും അത് പറയാനിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ്, ഇന്ന് ഇപ്പൊ 11 ക്വസ്റ്റ്യൻസ് എത്തിയുള്ളൂ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടിയെങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? 7:35. അപ്പോ ഇനിയും ക്ലിയർ ആവാത്ത എനിക്ക് തോന്നുന്നു ഒരാളോ രണ്ടോ പേരേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരുടെ ആൻസേഴ്സും കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കുറെ പേരും 3 ഓപ്ഷൻ ചൂസ് ചെയ്തത്, അത് കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലിയർ ആയിട്ട് ആൻസർ പറയുന്നവരൊക്കെ വെരി ഗുഡ്. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു നമ്പർ മറ്റൊന്നിന്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ ഈ തന്നിട്ടുള്ള 56നെയും 84നെയും ഏതിന്റെയാണോ ഗുണിതം എന്ന് ചോദിച്ചേക്കണേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ റിമൈൻഡർ ഒന്നും കിട്ടാതെ റിമൈൻഡർ 0 ആണ് വന്നതെങ്കിൽ യെസ്, അത് അതിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 4 എന്നും 6 എന്നും കോഷ്യന്റ് കിട്ടി. സോ അതിന്റെ അർത്ഥം ആ 2 നമ്പേഴ്സിന്റെയും ഗുണിതമാണ് 14. ക്ലിയർ ആണോ? ഇനി കോപ്രൈം ആണ് നിങ്ങൾക്ക് സംശയമായിട്ട് നിൽക്കുന്ന ഭാഗമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വീഡിയോയിലേക്ക് പോവാ. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമ്പറുകൾ ഉണ്ടാകും. ആ 2 നമ്പറുകളെയും കോമൺ ആയിട്ട് എന്തു മാത്രമേ വരാൻ പാടുള്ളൂ? 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ. വേറെ ഒരു നമ്പറും വെച്ചിട്ട് അതിനെ ഹരിക്കാൻ പറ്റില്ല. ഏത് ഒരെണ്ണത്തിനെയല്ല, 2നെയും കോമൺ ആയിട്ട് 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ. അപ്പൊ അവിടെ 56ഉം 84 ഉണ്ട്. അതിന് 1 കൊണ്ട് മാത്രമല്ല, നമുക്ക് 2 കൊണ്ടും 4 കൊണ്ടും 14 കൊണ്ടും ഒക്കെ ഹരിക്കാം. അപ്പൊ അത് കോപ്രൈം അല്ല. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ ഒന്ന് പറഞ്ഞോളൂ വേഗം. 5 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ടു ബി ഫോംഡ് വിത്ത്, അയ്യോ എന്റെ തല കാരണം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. 5 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ടു ബി ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 72480. 7, 2, 4, 8, 0. ഈ 5 സംഖ്യകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. എളുപ്പല്ലേ? 7, 2, 4, 8, 0 എന്നുള്ള ഈ 5 സംഖ്യകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, യെസ് സുൽത്താൻ, ഞാൻ പേര് കണ്ടുട്ടോ. യെസ് റൂബൻ, കുറെ പേരൊക്കെ ഇപ്പോഴാണല്ലോ വരുന്നത്. ഇപ്പൊ ക്ലാസ് കഴിയുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. കുറെ പേർക്ക് ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണുക. ഓക്കെ, സോ ദക്ഷ, രാതുൽ, കുറെ പേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. യെസ്, ആൻസർ കറക്റ്റ് ആണ്. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? ഐതൻ, ഓക്കെ. സോ ഇനി ഗായത്രിക്ക് ഇനിയും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് എന്താ ചെയ്യാ, നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ നോക്കുക കേട്ടോ. എന്താണ് ക്ലിയർ ആവാത്തത്? നമ്മൾ വളരെ കുറെ നേരം ചർച്ച ചെയ്തില്ലേ? ഇനിയും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വരുമ്പോൾ കോപ്രൈം എന്താണ്, ഇതെന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കിട്ടും കേട്ടോ. ഓക്കെ, അതെല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ലക്ഷ്യ, അർജുൻ, നക്ഷത്ര, അവിനാഷ്, ശ്രീലക്ഷ്മി ആണെന്ന് തോന്നുന്നു അല്ലേ? ആദിദേവ്, ശ്രീനന്ദ. ഈ രാജലക്ഷ്മി എന്ന് പേരുള്ളത് ആരായിരുന്നു? ലേറ്റ് ആയിട്ട് വന്നോണ്ട് എനിക്ക് പേര് കിട്ടിയില്ല. റംസാൻ, അനിക, സുൽത്താൻ. യെസ്, സമയായി എന്ന് പറയാൻ മാത്രം വരും കുറച്ച് പേര്. സമയായെന്ന് എനിക്കറിയാം. ഗൗരി, അനാമിക. യെസ്, അനാമിക. ഓക്കെ, എല്ലാവരുടെ പേരും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവരുടെ പേര് പറയുന്നുണ്ട്. വളരെ കറക്റ്റ് ആണ്. ഇത് ഞാനിനി ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് 7, 2, 8, 4, 8, 0. എന്താ ചെയ്യേണ്ടത്? യെസ്, ഗായത്രി കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. ഗായത്രി, ദാറ്റ് ഈസ് കറക്റ്റ്. സോ 7, 2, 4, 8, 0. ഏറ്റവും വലിയ സംഖ്യ ആദ്യം കൊണ്ടിടണം. യെസ് ശിവാനി. ഓക്കെ, ഏറ്റവും വലിയ സംഖ്യ ഏതാ? 8. അത് കഴിഞ്ഞിട്ടുള്ള വലിയ സംഖ്യ ഏതാ? 7. പിന്നെ അത് കഴിഞ്ഞിട്ടോ 4. പിന്നെ ഏതാ? 2. പിന്നെ 0. സിമ്പിൾ അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം 3 ആണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 3. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 3. ഏത്? 8, 7, 4, 2, 0. ഇനിതാ 13. 13ന്റെ ഉത്തരം ഒന്ന് വേഗം പറഞ്ഞേ. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? 11ഉം 21ഉം. 11ഉം 21ഉം ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് കറക്റ്റായിട്ട് ശേഷമൊന്നും ഇല്ലാതെ ഹരിക്കാൻ പറ്റുമോ? റിമൈൻഡർ ഒന്നും വരാതെ 11നെയും 21നെയും നമുക്ക് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. 13ാമത്തെ ചോദ്യം. 13. ഓക്കെ, കുറെ പേര് എല്ലാവരും ആൻസർ ചെയ്തത് വളരെ കറക്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ചോദ്യവുമാണ്. 13ന്റെ ഉത്തരം പറഞ്ഞോളൂ കേട്ടോ വേഗം. 13.
ഈ തന്നിട്ടുള്ള സംഖ്യയില് 11ഉം 21ഉം ഇത് എന്തൊക്കെയാണ് നമ്മുടെ ചോദ്യ ഓപ്ഷൻസ്? രണ്ടും ഡിവിസിബിൾ നമ്പേഴ്സ് ആണെന്നാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഈവൺ നമ്പർ ആണെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. കോ പ്രൈം നമ്പർ ഉള്ളതാണ് അടുത്ത ഓപ്ഷൻ. മൾട്ടിപ്പിൾ ഓഫ് 3 3ന്റെ ഗുണിതങ്ങളാണെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 13ന്റെ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. 13. അപ്പൊ നിങ്ങൾ 3 എന്നിടുന്നത് യെസ്. അപ്പൊ കുറെ പേരൊക്കെ പോയോ? എവിടെ നമ്മുടെ സ്ഥിര ആൾക്കാർ? യെസ്. വളരെ ശരിയാണ്. 3 മൂന്നാമത്തെ യെസ്. ശിവാംഗി കിട്ടിയ, എനിക്ക് ശിവാനി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോ 13ന്റെ ഉത്തരം ബോത്ത് ആർ കോ പ്രൈം നമ്പേഴ്സ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കോ പ്രൈം എന്താണെന്നല്ലേ. എന്താണ് കോ പ്രൈം? ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാ? 11ഉം 21ഉം. ഈ 11നെയും 21നെയും ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് കറക്റ്റായിട്ട് റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ പറ്റുമോ? 11 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5.5 എന്ന് വന്നു അല്ലേ. അപ്പൊ അതേ പോയിന്റ് വന്നു. അത് വേണ്ട. 21നെ നമുക്ക് 2 കൊണ്ട് ചെയ്താലും പോയിന്റ് വരും. 3 കൊണ്ട് ചെയ്താൽ 21ന് പോകും. പക്ഷെ ഇവിടെ ഗെയിൻ പോയിന്റ് വരിക. അപ്പൊ എന്താണ് എന്റെ അർത്ഥം? 1 കൊണ്ടല്ലാതെ വേറെ ഒരു സംഖ്യ കൊണ്ടും നമുക്ക് ഈ 2 നമ്പറിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, 2 ഈവൺ നമ്പർ ആണെങ്കിൽ അത് കോപ്രൈം ആവാൻ സാധ്യതയില്ല. പക്ഷെ 2 ഓഡ് നമ്പർ ആണെങ്കിൽ 11ഉം 21ഉം ഓഡ് നമ്പർ അല്ലേ. 2 ഓഡ് നമ്പർ കോമ്പിനേഷൻ വന്നാലും അത് കോപ്രൈം ആകാൻ സാധ്യത ഉണ്ട്. എപ്പോഴും കോപ്രൈം ആണെന്നല്ല കേട്ടോ. കാരണം 9ഉം 15ഉം 2 ഓഡ് നമ്പറുകളല്ലേ. പക്ഷെ അത് കോപ്രൈം ആണോ? അല്ല. 2നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ്. മനസ്സിലായോ? 2നെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് 9ഉം 15ഉം ആണ് എടുക്കണതെങ്കിൽ അത് കോപ്രൈം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം 2നെയും എനിക്ക് 3 കൊണ്ട് ഹരിക്കാം. 9ഉം 15ഉം കോപ്രൈം അല്ല. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള 2 ഓഡ് നമ്പർ എന്ന് പറയുന്നത് 11ഉം 21ഉം ആണ്. ഇതിനെ ഒന്നുകൊണ്ടല്ലാതെ വേറൊരു സംഖ്യ കൊണ്ട്, അതായത് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഏറ്റവും വലിയ കോമൺ ഡിവൈസർ ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് ഇതിന്റെ ഫാക്ടർ ഘടകം ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് കോപ്രൈം നമ്പറുകളാണ്. അതാണ് 13ന്റെ ഉത്തരം 3 അല്ലെങ്കിൽ സി. വെരി ഗുഡ്. അപ്പൊ അതാ കുറേ പേര് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ സി. സി സി. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ഗായത്രിക്ക് ക്ലിയർ അല്ലേ? ഗായത്രി ആൻസർ ചെയ്തല്ലോ കറക്റ്റ് ആയിട്ട്. കോപ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ ആൻസർ. അതാണ്. ഇനി നിങ്ങൾക്ക് കോപ്രൈമിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ വീഡിയോ വരുമ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കുക. ഇനിയും നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിൽ ഇനി നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവും. ഓക്കെ, യെസ്. 7 നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 11നെയും കൂടെ പറ്റിയാലാണ് അത് കോപ്രൈം അല്ലാതെ ആകുള്ളൂ. 11നെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് കോപ്രൈം ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാ ഇപ്പോഴേ വരും സമയമായി എന്ന് പറഞ്ഞിട്ട്. സമയമായി എന്ന് എനിക്കറിയാം. 2 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. മൊത്തം നമ്മൾ 13 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 10, 11, 12 ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് PYQ. അതല്ലാതെ പിന്നെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ വേഗം ഹാർട്ട്സ് ഒക്കെ വന്നോട്ടെ. വേഗം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 13 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ വേഗം ഹാർട്ട് ഒക്കെ നിട്ടെ. വേഗം ആയിക്കോട്ടെ. 2 വെച്ചിട്ട് 11നെ എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യാ? 2 വെച്ചിട്ട് പറ്റില്ല കേട്ടോ. സമയമായി. ഓക്കെ, ഹാർട്ട്സ് വരട്ടെ. ഹാർട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം നിർത്താം ക്ലാസ്. അപ്പൊ ഇതാ നമുക്ക് അത്രേ ഉള്ളൂ ഇന്നത്തെ 13 ക്വസ്റ്റ്യൻസ്. വരുന്നുണ്ടല്ലോ. യെസ്, വേഗം വരട്ടെ. കുറെ പേരുടെ ഒക്കെ ഹാർട്ട്സ് വരുന്നുണ്ട്. ഒരെണ്ണം ഒന്നും പോരാട്ടോ. കുറെ നേരം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ആ ഒരു ആവേശം ഇവിടെ വരണ്ടേ? അതന്നെ. അപ്പൊ അത് ആവേശം വന്നു അല്ലേ? ഓക്കെ, അപ്പൊ വേഗം എല്ലാവരും ഇത് പഠിക്കുക. വേഗം എന്ന് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പൊ 86 പേരുണ്ട്. ഇത്ര ഹാർട്ട്സ് ഒന്നും പോരാട്ടോ അതിന്.
യെസ്, അപ്പോൾ കുറച്ച് പേര് ലേറ്റ് ആയിട്ട് വന്നവരുണ്ട്. അവരെന്തായാലും ഈ വീഡിയോ വരുമ്പോൾ മറക്കാതെ കറക്റ്റായിട്ട് കാണുക. അത് മാത്രമല്ല, വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ബെല്ലൈക്കണും കൂടെ മറക്കാതെ എപ്പോഴും ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഹാർട്ട്സും കമൻസും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.